കളമശ്ശേരിയുടെ ഈ പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിലേക്ക് പ്രിൻസിപ്പൽ, എന്താണ് ഈ സംഭവം? ഈ ഹോസ്റ്റൽ ഇങ്ങനെ നാഥനില്ല കളരിയാണോ? കഞ്ചാവ് തൂക്കി വിൽക്കാൻ ത്രാസും ഒക്കെ ഉള്ള വിധത്തിൽ ഉള്ള ഒരു സംവിധാനമാണോ അവിടെ? നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ? അല്ല, ഇതിപ്പോ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഞങ്ങള് കഴിഞ്ഞ 6 മാസമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ്. ഒരുപക്ഷെ നാളെ ഇന്ന് ഹോളി ആഘോഷിക്കാനിരിക്കെ അത് കറക്റ്റ് സമയത്ത് വന്ന് റെയ്ഡ് ചെയ്തു. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് പിടിച്ചു. എന്നുവെച്ചാൽ പോലീസും അധികാരികളും നമ്മളെല്ലാം നിരന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അല്ല, അവിടെ ഈ ഹോളി പാർട്ടി എല്ലാ വർഷവും നടക്കാറുണ്ടോ? ഇപ്പൊ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഹോളി പാർട്ടിയിൽ കഞ്ചാവും അതുപോലെ തന്നെ ഭാങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അവിടെ എല്ലാ കൊല്ലവും ഇതുപോലെ ഹോളിക്ക് ലഹരി പാർട്ടി ഉണ്ടാവാറുണ്ടോ? നിങ്ങൾക്കുള്ള അറിവെന്താണ്? ഇത് സാധാരണ ഹോളി പാർട്ടി നടക്കാറുണ്ട്. ഇത് മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ചൊന്നും നമ്മൾ വറീഡല്ല. പക്ഷെ എന്നാലും ഒരു ജാഗ്രത എപ്പോഴും ആവശ്യമാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ റെയ്ഡ് നടന്നത്. അപ്പൊ അത് കറക്റ്റ് സമയത്ത് അവർ വന്നു. അതായത് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് റെയ്ഡ് ചെയ്ത് പിടിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം. അല്ല, അവിടെ ഡോക്ടർ ഐജു തോമസ്, ഈ ഹോസ്റ്റലിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ അല്ലാത്തവരും താമസിക്കാറുണ്ട്. മുൻപ് ഏതോ കാലത്ത് പഠിച്ചു പോയവരടക്കം അവിടെ താമസിക്കാറുണ്ട്. റെയ്ഡ് നടന്നപ്പോൾ ഓടിപ്പോയത് അവരാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെ, അതായത് ഹോസ്റ്റൽ അന്തേവാസികളായി കൃത്യമായി വേണ്ട ആളുകൾ, അവിടുത്തെ വിദ്യാർത്ഥികൾ അല്ലാത്ത ആളുകൾക്ക് കൂടി താമസിക്കാനുള്ള സങ്കേതമായി മെൻസ് ഹോസ്റ്റൽ മാറിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. കാരണം മുമ്പ് കാലങ്ങളിലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് കുറച്ചൊരു ജാഗ്രത കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ റെസിഡന്റ് ട്യൂട്ടർ ഉണ്ട്. അപ്പൊ അനധികൃതമായിട്ടുള്ള താമസം സാധ്യമല്ല. എന്നാലും ഒറ്റപ്പെട്ടൊക്കെ ഇനിയും ഉണ്ടാവുമോ എന്ന് കറക്റ്റ് അറിയില്ല. കാരണം രാത്രികളിലൊക്കെ വന്ന് കയറുകയോ എന്നുവെച്ചാൽ ഗേറ്റുകളൊക്കെ അടയ്ക്കും. എന്നാൽ പോലും കുട്ടികൾ കുറിച്ചൊരു ഹോസ്റ്റലിൽ തന്നെ താമസിക്കുകയാണോ അതോ പേരിനൊരു വാർഡൻ എന്നുള്ളതാണോ? അല്ല, 2 റെസിഡന്റ് ട്യൂട്ടർമാർ അവിടെ താമസിക്കുന്നുണ്ട്. അവർ വളരെ പോസിറ്റീവായിട്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. അല്ലാതെ ഒറ്റപ്പെട്ട് ഇന്ന് വന്ന് പിടിച്ചു എന്നുള്ളതിനപ്പുറം ഡോക്ടർ ഐജു തോമസ്, ഒരു സംശയം കൂടി. ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള അഭിരാജ്, അദ്ദേഹം പറയുന്നത് SFIയുടെ ഒരു പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നു, നാളെ യൂണിറ്റ് സമ്മേളനം, അതിന്റെ ഭാഗമായി ഞങ്ങൾ അതിന്റെ തിരക്കിലായിരുന്നു, അപ്പോൾ മനഃപൂർവ്വം മറ്റാരോ കൊണ്ട് വെച്ചിട്ട് പോയതാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കഴിയൊഴിയുന്നത്. അങ്ങയുടെ കോളേജിലെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്കിടയിൽ മാതൃകയാകേണ്ട യൂണിയൻ നേതാക്കളുടെ മുറിയിൽ നിന്നാണ്, ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് ഇങ്ങനെ കഞ്ചാവ് കണ്ടെത്തുന്നത് എന്ന് മാത്രമല്ല ത്രാസ് കണ്ടെത്തുന്നത്. അപ്പോൾ മറ്റൊരാൾക്ക് പുറത്തുനിന്ന് വന്ന് ഈ കഞ്ചാവും ത്രാസും ഒക്കെ വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ പോളിടെക്നിക്കിന്റെ കോളേജ് ഹോസ്റ്റലിൽ ഇപ്പോൾ ഉള്ളത്? അല്ല, ഇതിപ്പോ നമുക്ക് ഇപ്പം യൂണിയൻ ആണെങ്കിലും അതേപോലെ വിദ്യാർത്ഥി സംഘടന ആണെങ്കിലും ഒക്കെ ഈ ലഹരിത വിരുദ്ധ പ്രവർത്തനത്തിൽ അവർ വളരെ ഊർജിതമായിട്ട് ഇടപെടുന്നുണ്ട്. ഏതെങ്കിലും വിദ്യാർത്ഥിയും പെട്ടതുപോലെ യൂണിയന്റെ ഏതെങ്കിലും ഒരു കുട്ടി ഭാഗമാക്കാകുന്നുള്ളതിനപ്പുറം നമുക്ക് അതിനെ അവരുടെ മുകളിലേക്കൊന്നും വെച്ചു കൊടുക്കാൻ പറ്റില്ല. കാര്യം ഇത് ആര് വേണമെങ്കിലും ഇതിനൊക്കെ ഇതിൽ പെടാനുള്ള ഒരു സാധ്യതകൾ ഉണ്ട്. അല്ലാതെ ശരിക്കും വിദ്യാർത്ഥി സംഘടനകളും അതേപോലെ യൂണിയനും ഒക്കെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാധാരണ നിലയിൽ ഈ ഗവൺമെന്റ് ഹോസ്റ്റലുകൾ, ഗവൺമെന്റ് കോളേജുകളുടെ ഹോസ്റ്റലുകളിലൊക്കെ ഒരു ഹോസ്റ്റൽ കമ്മിറ്റി ഉണ്ടാവും. ഹോസ്റ്റൽ കമ്മിറ്റിക്ക് ഒരു സെക്രട്ടറി ഉണ്ടാവും. പലയിടത്തും വിദ്യാർത്ഥി യൂണിയനുകളുടെ ഏതാണോ ശക്തിയുള്ള സംഘടന, ആ സംഘടനയുടെ ആളായിരിക്കും ഹോസ്റ്റൽ സെക്രട്ടറി. ആ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഹോസ്റ്റലിനകത്ത് റാഗിങ്ങോ ഹോസ്റ്റലിനകത്ത് മയക്കുമരുന്നോ ഹോസ്റ്റലിനകത്ത് മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഹോസ്റ്റൽ കമ്മിറ്റി ഇടപെടുകയും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യുക. വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങൾ പിടികൂടുകയും അത് ഒഴിവാക്കുകയും ഒക്കെ ചെയ്യേണ്ട ആളുകളാണ്. അങ്ങനെയൊന്നും അല്ലേ ഇപ്പോൾ നടക്കുന്നത്? അല്ല, വിദ്യാർത്ഥി സംഘടനകൾ ഇത് പിടികൂടുക എന്നുള്ളതല്ല, ജാഗ്രത അവർ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളീ പറയുന്ന പോലെ ഇത് ആരെയും നമുക്കങ്ങനെ പഴിചാരാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഇത്തരം ഒരു ഹോസ്റ്റലിലേക്ക് ഇതേപോലെ കടന്നു വരാനും റെയ്ഡ് നടത്താനും ഒക്കെ ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ വിദ്യാർത്ഥി സംഘടനകൾക്കും യൂണിയനും ഒക്കെ അതിനുള്ള ഒരു സപ്പോർട്ടുണ്ട്. ഇല്ലാതൊന്നും ഒരിക്കലും നടക്കില്ല. അപ്പോ അത്തരം കാര്യങ്ങളൊന്നും ശരിയല്ല. ഒരു കുട്ടി പെട്ടു, അത് സത്യമാണ്. അതൊരു പക്ഷേ ആരും ഇതിനകത്തൊക്കെ വന്ന് പെടുന്നത് പോലെ പെട്ടുപോയതായിരിക്കാം. അത് അല്ലാതെ അല്ലെങ്കിൽ ഇതൊന്നും ക്യാമ്പസുകളിൽ എളുപ്പമല്ല. ഇവരുടെ ഒന്നും ഒരു സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ലഹരിത വിരുദ്ധ പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് മുൻകൂട്ടി കണ്ടുപിടിച്ചതാണ്. ഇന്നൊരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ അത് വന്ന് റെയ്ഡ് ചെയ്ത്, എനിക്ക് തോന്നുന്നു വളരെ ശക്തമായ രീതിയിലുള്ള റെയ്ഡ് ഡോക്ടർ ഐജു തോമസ്, ഒരു സംശയം. അപ്പോൾ സ്വാഭാവികമായിട്ടും കോളേജ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ഇത്തരം മയക്കുമരുന്നിന്റെ ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്ന് നേരത്തെ വിവരം കിട്ടിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഡാൻസ് ഓഫ് ഇന്നലെ അവിടെ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയത്? അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അല്ലാതെ അങ്ങനെ ഒരിക്കലും ഒരു റെയ്ഡ് നടക്കില്ലല്ലോ.
അത്രയും വലിയ വിപുലമായ സന്നാഹത്തോട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ബേസ് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ സർക്കാർ ഇപ്പോൾ ഒരു ലഹരി വിരുദ്ധ നടപടികൾ എടുക്കുന്നതിന്റെ ശക്തമായ നടപടികളുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇന്ന് വരേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ ഇത് എനിക്ക് ഹോസ്റ്റലിൽ സ്വാഭാവികമായി നിങ്ങൾക്കൊരു നിയന്ത്രണം ഉണ്ടാവേണ്ടതല്ലേ? അവിടെ ഇപ്പോൾ കഞ്ചാവ് മാത്രമല്ല, മദ്യക്കുപ്പികൾ, നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുന്നതിന്റെ സൂചനകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാണ്. എന്തുകൊണ്ടാണ് ഹോസ്റ്റൽ അങ്ങനെ നാഥനില്ല കളരിയായി മാറുന്നത് എന്നുള്ളൊരു പ്രശ്നത്തിൽ താങ്കൾ കൂടി ഉത്തരവാദിയാണ്, അല്ലെങ്കിൽ ഉത്തരം പറയേണ്ട ആളാണ്. ഉത്തരം പറയാം, അതിന്റെ ഉത്തരം തന്നെ പറയുക. ഞാൻ ഈ പറയുന്നത് പോലെ ഇത് ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ പെട്ടെന്ന് തീർക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഇത് ഞങ്ങൾ 6 മാസമായിട്ട് ഇങ്ങനെ ഗ്രാജുവലി ഇപ്പോ ഹോസ്റ്റലിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിബന്ധനകൾ അടുത്ത അഡ്മിഷൻ സമയത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടഫായിട്ടുള്ള സ്ക്രീനിങ് നമുക്കിപ്പോ ഒരു അക്കാഡമിക് ഇയറിന്റെ പകുതിയിൽ വന്നെല്ലാം നന്നാക്കാൻ ഇത് വളരെ സമയമെടുക്കുന്ന 1 or 2 വർഷം കൊണ്ട് ഇതൊരു നല്ല ക്യാമ്പസ്, ഇത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. 1951 തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും പഴക്കമുള്ള ഒരു ക്യാമ്പസാണ്. ഇപ്പൊ ഈ കോവിഡിനൊക്കെ ശേഷം വന്നിരിക്കുന്ന ചെറിയ മാറ്റങ്ങൾ കുട്ടികളുടെ മാനസികാവസ്ഥയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പൊ ഹോസ്റ്റലിൽ 2 റെസിഡന്റ് ട്യൂട്ടർമാരുണ്ട്. അവര് കുട്ടികളെ ഒരു ഹോളിസ്റ്റിക് രീതിയിലൊക്കെ ഒരു പരിവർത്തനത്തിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇന്നലെ നടന്ന റെയ്ഡ് എല്ലാം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു സംശയം കൂടി ചോദിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും 1951 ആരംഭിച്ച ഒരു കോളേജ്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജാണ്, കളമശ്ശേരിയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഒരു സംശയം വീണ്ടും തോന്നുകയാണ്. അതായത് ഇത്രയും വലിയ ഒരു കോളേജിനകത്ത് ഇത്രയും കാലങ്ങളായിട്ട് ഇത്തരം ഒരു അസാന്മാർഗിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കോളേജ് ഭാരവാഹികൾക്ക്, കോളേജ് പ്രിൻസിപ്പലിന്, കോളേജിന്റെ ഹോസ്റ്റൽ വാർഡന് ഇവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത്? അല്ലല്ല, ഇതിപ്പോ നിങ്ങൾ കാണുന്നത് ഇന്നലത്തെ ഒരു റെയ്ഡ് മാത്രമാണ്. ഞങ്ങൾ 6 മാസമായിട്ട് പോലീസും അധികാരികളും നിരന്തരം സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രസൻസ് ഇവിടെയുണ്ട്, ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ പിടിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു കൗൺസിലറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരു വലിയ വിപുലമായ, ഞങ്ങളതിനെ വീക്കാൻ എന്നാ പറയാ, ക്യാമ്പസ് അഗൈൻസ്റ്റ് നാർക്കോട്ടിക്സ്. അതൊരു വിപുലമായ പ്രോട്ടോകോൾ തയ്യാറാക്കി അതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന കടുത്ത നടപടിയാണ്. ഇതൊരു ചേഞ്ചിനുള്ള ഒരു പോസിറ്റീവ് നടപടി തന്നെയാണ്. അല്ലാതെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല. കുട്ടികളാണ്, കോവിഡിന് ശേഷം കുട്ടികളുടെ മാനസികാവസ്ഥയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ക്യാമ്പസുകളിലേക്കും ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റം സർക്കാർ അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. ഡോക്ടർ അജു തോമസ്, അഭിരാജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് അദ്ദേഹത്തെ ഗൂഢാലോചന നടത്തി കുടുക്കി എന്നാണ്. അങ്ങനെ യൂണിയനെതിരെയോ സംഘടനാ നേതാക്കൾക്കെതിരെയോ എന്തെങ്കിലും നീക്കം നടക്കാനുള്ള സാഹചര്യം ഉണ്ടോ? താങ്കൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യൂണിയനും സ്റ്റുഡൻസ് സംഘടനകളും എല്ലാം ലഹരിക്ക് എഗൻസ്റ്റ് തന്നെയാണ്. അത് ഞാനൊരു പക്ഷേ ഞാനിപ്പോൾ ഫോണിൽ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിരന്തരമായിട്ട് ഇവരെല്ലാം ഇതിൽ ജാഗ്രതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഒരു യൂണിയൻ പ്രവർത്തകൻ എന്നുള്ളതിനപ്പുറം ഒരു കുട്ടീന്ന് മാത്രം കണ്ടാൽ മതി. കുട്ടി അതിന് പെട്ടിട്ടുണ്ടാകുമോ, അതോ അവനെ അതിനകത്ത് പെടുത്തിയിട്ടുണ്ടോ, അതൊക്കെ ഇനി അന്വേഷണത്തിലൂടെ എന്തായാലും അവർ കണ്ടുപിടിക്കുമല്ലോ. എന്നാലും നമ്മളിതിനെ യൂണിയനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ പലതും ഉണ്ട്. അവരെ നമുക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല. അത് അവരുടെ ഒരു സഹകരണമുണ്ട്, അവരുടെ ഒരു ജാഗ്രതയുണ്ട്. കോവിഡിന് ശേഷം ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങളൊക്കെ പല ചർച്ചയിലും പറയുന്നതാണ്. അത് പോസിറ്റീവ് ചേഞ്ച് ആണ്. അല്ലാതെ ഇത് പെട്ടെന്ന് വന്ന ഒരു റെയ്ഡൊന്നുമല്ല. നാളെ നടക്കാൻ പോകുന്ന ഒരു ഫംഗ്ഷന് മുന്നോടിയായിട്ട് ഒരു കരുതൽ നടപടി അത് തന്നെയാണ് അതിനകത്ത് നടന്നിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് കുറ്റമല്ല. നിങ്ങൾ കുറച്ചും കൂടെ സങ്കീർണമായിട്ട് ആലോചിക്കുമ്പോഴത്തേക്ക് ഇതൊരു സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ വളരെ അങ്ങ് പറഞ്ഞത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും ചെറിയ തോതിലൊക്കെ അവിടെ ഇത്തരം കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും കണ്ടെത്താൻ വേണ്ടി സാധിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു റെയ്ഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാമ്പസിനെ ഇത്തരം ഒരു കാര്യം ആക്രമിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ അത്തരം പ്രവർത്തനങ്ങളുമായി കോളേജും മുന്നോട്ട് പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, സർക്കാർ മുന്നോട്ട് പോകുന്നു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്, നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. നിരന്തരം ഞങ്ങളുടെ മീറ്റിങ്ങുകളിലേക്ക് ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊന്ന് പരസ്യപ്പെടുത്താറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇത് ജാഗ്രതയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ക്യാമ്പസ് റിപ്പോർട്ട് ഇത് പോസിറ്റീവാണ്. ഒരു പക്ഷേ നാളെ ആഘോഷത്തിന്റെ ഇടയിൽ എന്തെങ്കിലും അനിശ്ചിത സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഒരു പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടും. അത് ഉണ്ടാകുന്നതിന് മുമ്പുള്ള നടപടിയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മാധ്യമങ്ങൾ ഇത്തരം നടപടികളെ പ്രശംസിക്കേണ്ടതാണ്. ഇതിനകത്തുള്ള തെറ്റുകുറ്റങ്ങൾ, കാരണം ഇത് കുട്ടികളെ വഴിതെറ്റിക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളത് നിങ്ങളെ പല ചർച്ചകളിലും നമ്മളെല്ലാം കാണുന്നുണ്ടത്. അത് സത്യം തന്നെയാണ്. അപ്പൊ അത് കാരണം ഇത് പോസിറ്റീവായിട്ട് ദയവ് ചെയ്തെടുത്തു.
ഒരു ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിന്റെ പ്രതിഫലനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നിലപാട്. കാരണം അവര് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു റെയ്ഡാണ്. വളരെയേറെ ആൾക്കാർ വന്ന് വളരെ നന്ദി ഡോക്ടർ ഐജു തോമസ്, കോളേജ് പ്രിൻസിപ്പളാണ് നമ്മോട് പ്രതികരിച്ചത്.